ഞാൻ എൻ്റെ വീട്ടിലാണ് എപ്പോഴും, എൻ്റെ അമ്മയുടെ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവ മന്ദിരം. അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയവന്മാർക്ക് ജോലി. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെയാണ്. നിങ്ങൾ കാണുന്നതാണ് വേണ്ടത്. എൻ്റെ അമ്മയാണിവിടെ, വേറെ ആരും ഇവിടെ ഇല്ല. ഇപ്പം സമയം എന്ന് പറയുന്നത് 4:50. ഓക്കെ, ഇവന്മാരിങ്ങനെ കള്ളക്കഥകളുണ്ടാക്കുക. ഇവന്മാരുടെ ജോലി ഇതൊക്കെയാണ്. കുറേ എണ്ണം സദാനന്ദ മന്ദിരത്തിൽ സദാനന്ദ മന്ദിരത്തിലെ സോമരാജനും ഫാമിലിയും, പിന്നെ കുറേ എണ്ണങ്ങൾ നമ്മളെക്കുറിച്ച് കള്ളക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ജോലി. എപ്പോഴും നമ്മളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കല ജോലി ഇവന്മാർക്ക്. വേറെ ഒരു പണിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്നു. ഇന്നലെ എന്തൊക്കെയോ വലിയ പട്ടി കുരയോ എന്തൊക്കെയായിരുന്നു എന്നറിയത്തില്ല പകൽ. എന്നിട്ട് ഇന്നലെ ശീലമാമൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏതാണ്ടൊരു പട്ടി വന്ന് കയറി അവരുടെ വീട്ടിൽ, ഈ സദാനന്ദ മന്ദിരത്തിൽ. അവരുടെ വീട്ടിൽ വന്ന് കയറാത്തൊന്നുമില്ല. നാട്ടിലുള്ള ആണുങ്ങളല്ല ഇവരുടെ വീട്ടിലാണ്. വന്ന് കയറിയിട്ട് കിടന്നങ്ങ് പറിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഭയങ്കര. എന്നിട്ട് പിന്നെ ഞങ്ങൾ SNDP പോയിട്ട് ഞാൻ കടയിൽ പോയത്. തിരിച്ചു വരുമ്പോൾ ഒരുത്തൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ഒരു ശിവൻ എന്നങ്ങാണ്ടയുടെ പേരൊരു തണ്ടാമാർ സമുദായത്തിൽപ്പെട്ട ഒരുത്തനാണെന്ന് തോന്നുന്നു. അയാളിങ്ങനെ കിടക്കുന്നത് കിഴക്കുള്ളതാണ്. ഈ രഞ്ജൻ എന്ന് പറയുന്ന അയാളുടെ വീടിനടുത്തുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവനിങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴേ ഇവനിങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പം ശീലമാമനെയൊക്കെ വിളിച്ച് കാണിച്ച് ഇങ്ങനെ ഒരു കള്ളുകൂടിയും കിടക്കുന്നുണ്ട്. ഇവരുടെ വീടിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. ഈ കൺസ്ട്രക്ഷനിലിരിക്കുന്ന സദാനന്ദ മന്ദിരത്തിക്കാരുടെ വീടിൻ്റെ മുന്നിലാണ്. പിന്നെ ഒരു കറുത്ത കാറ് വന്നിട്ട് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പല ഇതും ഇവിടെ ഉള്ളു ഇതെല്ലാം വന്ന് കിടക്കാൻ. ഈ കള്ളുകൂടിയന്മാരും ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലിരിക്കുന്ന കുറേ എണ്ണത്തിനെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സാമൂഹ്യ വിരുദ്ധരെ കയറ്റി വെച്ചിട്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഇവന്മാരെല്ലാം ഇവിടെ ഉള്ളു വന്ന് അടിയാനും തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തായിട്ട് വന്നങ്ങ് അടിയുക കുറേ എണ്ണങ്ങൾ. വേറെ ജോലിയും പണിയൊന്നുമില്ല. അതുപോലെ കുറേ എണ്ണം വന്ന് ഇവിടെ ഇങ്ങനെ വണ്ടി തിരിച്ചു പോവുക. ഭയങ്കര ശല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. വണ്ടി അങ്ങ് തിരിച്ചുകൊണ്ട് പോവുക, ഇവിടുന്ന് അങ്ങോട്ട് മാറി വണ്ടി തിരിക്കുക, അങ്ങനെ പലതും. ഇന്നലെയും കണ്ട് രഞ്ജൻ തിരിച്ചുകൊണ്ട് പോകുന്നത് എന്തോന്നറിയത്തില്ല. ഇങ്ങനെ അങ്ങ് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും വണ്ടി തിരിക്കണം പറിക്കണം എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഭയങ്കര രോഗങ്ങളാണ്. നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വീട്ടിലിരിക്കുന്ന പിന്നെ ഒരു കൊരുത്തി കൊണ്ടൊരു വൃന്ദയെന്ന് പറയുന്നവൾ ഇങ്ങനെ വന്ന് അതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് കുറേ ആണുങ്ങളെയും വിളിച്ചിരുത്തി അവിടെ ഇവിടെയും കുറേ ആണുങ്ങളെല്ലാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നടന്നങ്ങ് കഥയുണ്ടാക്കല ജോലി. നമ്മൾ നടുക്കും കണ്ടില്ല, ഇവിടെയും പടിഞ്ഞാറും കിഴക്കും ഇവരുടെ വീടാണ്. എന്നിട്ടൊന്ന് നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ ജോലി. കുറേ എണ്ണം ഉണ്ട് അവരുടെ വീട്ടിൽ പ്രത്യേകിച്ച്. പിന്നെ കുറേ ആണുങ്ങളും വരും. 5, 6, 7, 8, 10 ആണുങ്ങൾ ദിവസവും കാണും ഇവരുടെ പരിസരത്ത് ഇവരുടെ വീട്ടിലുമായിട്ട്. എന്നിട്ടങ്ങ് കഥകളാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മൾ ഇതാക്കുന്നുണ്ട്. നമ്മൾ ഈ സഹദേവ മന്ദിരമാണ് ഇത്, അല്ലാതെ നമ്മൾ വേറെ എങ്ങും പോകുന്നില്ല. നമ്മളിന്ന് ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ പോയായിരുന്നു. നമ്മുടെ മിക്സി റെഡിയാക്കി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതിനൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. നമ്മൾ പേ ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കടയിൽ പോയാൽ പേ ചെയ്തതിൻ്റെ